ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പപ്പട ചമ്മന്തിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കാന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പിലോട്ട് ഈ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഈ ഒരു പാൻ വെച്ചുകൊടുത്ത ശേഷം നമ്മളെ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ഓയിൽ ചൂടാകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിക്കണേ. അപ്പം നമുക്ക് നമ്മളെ പപ്പടം അതിലോട്ട് ഇട്ടെടുത്ത് അത് കാച്ചെടുക്കാം. നമ്മൾ പപ്പടം കാച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാച്ചെടുത്ത എണ്ണയിലോട്ട് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇവിടെ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഈ ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തെടുക്കുന്നത്. ചുവന്ന മുളകാണ്. കുറച്ചു നേരം ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിന് നമ്മളെ മിക്സ് ഒരു ജാറിലിട്ടിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് വേണ്ടത്. നമുക്കൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് പുളിയാണ് വേണ്ടത്. അപ്പോൾ പുളിൻ്റെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് നമ്മൾ പപ്പടമാണ് ഇതൊക്കെ ഇട്ടെടുക്കേണ്ടത്. അത് ഇട്ടെടുക്കാം. നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പം നമ്മളെ ചമ്മന്തി റെഡി ആക്കണം. നമ്മളെ പപ്പട ചമ്മന്തി. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പട ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ പപ്പട ചമ്മന്തി ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.